എല്ലാവർക്കും TECHZ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കിടിലൻ സെൽഫ് ഏണിംഗ് ആയിട്ടുള്ള ഒരു Paytmcash ഏണിംഗ് പറ്റിയ നമ്മൾക്ക് കിടിലൻ ഒരു ബഗ് ട്രിക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, അതായത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് ഒരു ബഗ് ട്രിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസിലായിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. കാരണം ഇതിൻ്റെ അത് വലിയ വർക്ക് കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. നിങ്ങൾ സിമ്പിളായിട്ട് എന്തേരം സ്പെൻഡ് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് എത്രത്തോളം വേണമെന്നുള്ള കാര്യം തീരുമാനമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തരുന്ന ബെല്ലൈക്കണി ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് അമർത്തി വെക്കുക. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന 2 ടെലിഗ്രാം ചാനൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം. കാരണം ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ സിമ്പിളായിട്ട് തന്നെ ഓരോ മിനിറ്റിൽ നിങ്ങൾക്ക് ക്യാഷ് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ പോക്കറ്റ് ഫ്രണ്ട് എന്നാണ്. ഏൺ വാലറ്റ് ക്യാഷ് ആൻഡ് ഗിഫ്റ്റ് കാർഡ്സ് ആണ്. അതായത് നമുക്ക് ഇതിനകത്ത് പേടിഎമ്മിലോട്ട് മാത്രമല്ല ഫ്രീ ഫയറിലോട്ടും അതുപോലെ തന്നെ റെഡിങ് കോഡൊക്കെ ആയിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ ചെയ്യാൻ പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ സൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിലോട്ട് വരും. അതായത് ഇത്രേ ഉള്ളൂ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതായത് രജിസ്ട്രേഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ അപ്പം തന്നെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. കംപ്ലീറ്റ് ആയി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് പ്ലേ പീസ് കോസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വെറും വേസ്റ്റാണ്. അതിൻ്റെ അകത്തൊന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ അത് അതായത് നമ്മുടെ ഇൻവൈറ്റ് ഫ്രണ്ട്സിൻ്റെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അത് ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അതായത് നമുക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ 2 രൂപ വെച്ച് നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് കിട്ടുന്നുണ്ട്. അതായത് പെർ റെഫറിന് നമുക്ക് 2 രൂപ വെച്ച് ഈ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ബഗ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ വാലറ്റ് നോക്കിയാൽ കാണാൻ സാധിക്കും 297 കോയിൻസ്. അതായത് ഇപ്പം ക്രെഡിറ്റ് അയക്കുന്ന കാണാൻ സാധിക്കും 70, 73, 75, 79. അതായത് ഏകദേശം 297 കോയിൻസ് എൻ്റെ വാലറ്റിൽ ഇപ്പോൾ ആഡായിട്ടുണ്ട്. ഇതെങ്ങനെ ആഡായെന്ന് ഇതിൻ്റെ വാല്യൂസ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. അതായത് നിങ്ങൾ മെയിൻ ഹോം ഇൻ്റർഫേസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് പ്ലേ ഗെയിംസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒരു പേജിലോട്ടായിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ട് നിങ്ങൾ ഓപ്പൺ ആയി വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സെക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പ്ലേ നൗ 70 കോയിൻസ് ഇൻ 1 മിനിറ്റ്സ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇങ്ങനെയായിരിക്കും എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അതായത് സോൾറ്റെയർ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഏകദേശം ഒരു 100 MB സൈസിൻ്റെ അടുത്ത് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ബാക്ക് ഈ ആപ്ലിക്കേഷനിലോട്ട് തന്നെ വരിക. ആപ്ലിക്കേഷനിലോട്ട് വന്നു കഴിയുമ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ 3 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് 81 കോയിൻസ് കാര്യങ്ങൾ റിസീവ് ചെയ്യും. നിങ്ങളിതിനകത്ത് ഗെയിംസ് കാര്യങ്ങൾ കളിക്കുകയൊന്നും വേണ്ട. അതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ബഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് എന്ത് വരിക, നേരെ ആപ്ലിക്കേഷനിലോട്ട് വരിക. ആപ്ലിക്കേഷൻ വന്ന ശേഷം ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അതായത് 3 മിനിറ്റ് കാര്യങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. അവരുടെ നോട്ടിഫിക്കേഷൻസ് കോയിൻ ക്രെഡിറ്റ് ആയെന്നുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ നമുക്ക് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ബാക്ക് അടിക്കാവുള്ളൂ. അതായത് ജസ്റ്റ് നമ്മളിങ്ങനെ ആപ്ലിക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് 3 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക. ചില സമയത്ത് അതായത് ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 മിനിറ്റ് ആയിരിക്കും. പിന്നീട് അത് കൂടി 3 മിനിറ്റ് ആവും. 3 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് കോയിൻസിൻ്റെ വാല്യൂം കൂടും. അതായത് 81 കോയിൻസ് കാര്യങ്ങളൊക്കെ ആഡാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ കോയിൻസ് ആഡാകുന്ന വരെ ഇപ്പം വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് കാര്യങ്ങളൊക്കെ കൂടി പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും. കാരണം കോയിൻ ആഡായതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അത് വരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് എത്ര തവണ നമ്മൾ ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ വാലറ്റിലോട്ട് ക്യാഷ് കാര്യങ്ങൾ ആഡായിരിക്കും. നിങ്ങൾ ഗെയിംസ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കളിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ഇതിനകത്ത് റെഡീം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അകത്തെ വാലറ്റിൽ നിന്ന് പറഞ്ഞ സെക്ഷൻ ഞാൻ വാല്യൂ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2.9 അതായത് 297 കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 3 രൂപയുടെ അടുത്തായിരിക്കും. അതായത് 100 കോയിൻസിൻ്റെ വാല്യൂ 1 രൂപയാണ്. നമുക്ക് ഇതിനകത്ത് റെഡീം ചെയ്യാൻ ഇവിടെ റെഡീം എന്ന് പറഞ്ഞ സെക്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് 3 റെഡീം ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് പേടിഎമ്മിലോട്ടായിരിക്കും. പേടിഎമ്മിലോട്ട് ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഫ്രീ ഫയറിലോട്ട് 24 അവേഴ്സിനുള്ളിലായിരിക്കും. അതുപോലെ തന്നെ റെഡീം കോഡ് എന്ന് പറയുന്നത് 12 അതായത് 12 മണിക്കൂറിനുള്ളിൽ തന്നെയായിരിക്കും നമുക്ക് പേടിഎമ്മിനോട്ട് പ്ലേ സ്റ്റോറിലോട്ട് റെഡീം കോഡായിട്ട് എടുക്കാൻ സാധിക്കുന്നത്. നമുക്ക് വേണ്ടത് Paytmcash ആണ്. അതിനായിട്ട് നമ്മൾ Paytm നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് Paytm നമ്പർ എൻ്റർ ചെയ്ത ശേഷം താഴെയായിട്ട് കോയിൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എത്ര കോയിൻസ് ഉണ്ടെന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 297 കോയിൻസ് എൻ്റർ ചെയ്യുന്നു. വിഡ്രോ എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വിഡ്രോയിൽ സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞ് വരുന്ന കാണാൻ സാധിക്കും.
നമുക്ക് നമ്മുടെ Paytm വാലറ്റ് കാര്യങ്ങൾ എടുത്ത് നോക്കാം. അതല്ലെങ്കിൽ ഇവിടെ മുകളിൽ നോട്ടിഫിക്കേഷൻ വന്ന് കാണാൻ സാധിക്കും. 2.97 പൈസ, അതായത് 2.97 കോയിൻസ് അതായത് രൂപ നമ്മുടെ Paytm വാലറ്റ് റിസീവ് ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആരെ റെഫർ ചെയ്യണമെന്ന് ഓരോ ആവശ്യമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സെൽഫായിട്ട് Paytm കാശ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.